എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നാടൻ നത്തോലി ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. നത്തോലി അല്ലാന്നുണ്ടെങ്കിൽ ചൂട, കൊഴുവ എന്നൊക്കെ പറയുന്ന മീനാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി. നമ്മളിവിടെ ഒരു 250 ഗ്രാം മീനാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകം അഥവാ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ഒരു നുള്ള് കായപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആവും നമ്മുടെ ഫിഷ് ഫ്രൈ. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും, പിന്നെ ഒരു 2 ടീസ്പൂൺ നാരങ്ങ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് എണ്ണ, വെളിച്ചെണ്ണയാണ്, 1-2 ടീസ്പൂൺ നിങ്ങൾക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് നമ്മൾ കുരുമുളക് ഫ്രഷായിട്ട് പൊടിച്ചിട്ട് ചേർക്കുമ്പോഴാണ് ഫിഷ് ഫ്രൈക്ക് എപ്പോഴും ടേസ്റ്റ് കിട്ടുന്നത്. നന്നായിട്ട് നമ്മളിപ്പം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് കൂടി ചേർത്തു. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പരപ്പ് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളകാണ്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. ഇതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലി അല്ലെങ്കിൽ ചൂട അല്ലെങ്കിൽ കൊഴുവ ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി വെക്കണം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. മത്തിയോ ചെറിയ മീനുകൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ചേർക്കുന്നതിന് മുൻപായിട്ട് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് മീനിന് കിട്ടും. പെരിഞ്ജീരകവും കായവും കൂടി ഫിഷ് ഫ്രൈയിൽ ചേർക്കുമ്പോൾ മീനിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി എനിക്ക് സരസമ്മ എന്ന് പറഞ്ഞൊരു ആൻറ്റി പറഞ്ഞതെന്നാണ്. ഹോട്ടലുകളിലൊക്കെ മീൻ ഫ്രൈ ചെയ്യുമ്പം ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്ക് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡ് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് ക്രിസ്പി ആക്കി എടുക്കാം. അപ്പം നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ ഫ്രൈ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഫിഷ് ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്